അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിന്ന് 2 ടാങ്ക് കഴുകാനുണ്ടെന്ന് കോൾ വന്നിന്. പുതിയൊരാളെ പരിചയപ്പെട്ടു. സുധീഷ് എന്ന അയാളെ പേര്. അയാൾക്ക് ഫിൽറ്റർ ഫിറ്റിങ്ങിൻ്റെ എല്ലാം പണിയെന്ന് പറഞ്ഞാട്ടെ. ഫിൽറ്റർ ഫിറ്റിങ്ങിൻ്റെ വീട്ടിലെല്ലാം വാട്ടർ ടാങ്ക് ക്ലീനിങ് ഉണ്ടാകുന്നു. വെള്ളത്തിനായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ തന്നെ ഫിൽറ്റർ ഫിറ്റ് ആക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് കെയർ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കോൾ കുറേ വരാൻ ചാൻസ് ഉണ്ട്. കാസർഗോഡ് മൊത്തം നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. കാസർഗോഡ് മൊത്തമല്ല, നമുക്ക് ഇന്ത്യ മൊത്തം എത്തണം. ഇന്ത്യ മൊത്തം ഒരു കമ്പനി ആക്കണം, ക്ലീനിങ് സർവീസ് കമ്പനി ആക്കണം. അതിനുള്ള സപ്പോർട്ട് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഞങ്ങൾ നടക്കും. ചിരിക്കുന്നില്ല, കാര്യം പറഞ്ഞ. പുതിയ സാർ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. നോക്കാം, അളിപ്പം പറ്റുമെങ്കിൽ അയാളെ വീഡിയോ പിടിക്കാം. ഇത് സുധീഷ് സാറ് ഇതാണ് നമുക്ക് കഴുകാനുള്ള 2 ടാങ്ക്, ക്യാപ്സൂൾ ടൈപ്പ് ടാങ്ക്. കണ്ട പോലെ ഒന്നല്ല, നല്ല പണിയുണ്ടായി. എൻ്റെ അകം കാണിച്ചു തരാം. ഇപ്പോൾ ആ കാണുന്നതിൻ്റെ അകം തന്നെ, അതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് വരെ പോകുന്നില്ല, അത്രയ്ക്കും കരിയുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതായത് മണ്ണല്ല, ചെളിയുമല്ല, ഒരു ടൈപ്പ് കരി പിടിച്ചിട്ടുണ്ട്. പ്രകാശം കിടക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഫോക്കസ് ഓൺ ആക്കിയിട്ടുണ്ട്, ഫോക്കസ് അല്ല, എൻ്റെ ടോർച്ച് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ടും അതിൻ്റെ ഉള്ളിൽ പ്രകാശം പോകുന്നില്ല, അത്രയ്ക്കും കരിയുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഞങ്ങൾക്ക് കഴുകാം. മോട്ടറെല്ലാം സെറ്റാക്കിയിട്ട്, കറണ്ടെല്ലാം സെറ്റാക്കിയിട്ട്, മോട്ടറെല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങൾക്ക് കഴുകാം. കഴുകുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല, അവസാനം അത് കഴുകിയിട്ട് അതിന് ശേഷമുള്ള റിസൾട്ട് മാത്രമേ ഞാൻ കാണിക്കുന്നു. കഴുകുന്ന വീഡിയോ എൻ്റെ അടുത്ത് കുറേ ലെങ്ത്താവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം അതിന് പുറത്തുള്ള മണ്ണെല്ലാം എടുക്കണം, മണ്ണെല്ലാം ചെടിയെല്ലാം എടുക്കണം. നമ്മുടെ ഡ്രസ്സിലെല്ലാം മണ്ണാവും അല്ലേ. അങ്ങനെ ആദ്യം പുറമൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ എൻ്റെ ഉള്ളിൽ കഴുകാൻ പോകുന്നത്. കണ്ടില്ലേ അതിൻ്റെ അകത്തുള്ള കരി കണ്ട, കരിമണ്ണ്. ഇത് ഞാൻ ആദ്യം ഇത്രയും കരിയുള്ള ഒരു ടാങ്ക് കാണുന്നത് 2 വർഷത്തെ എക്സ്പീരിയൻസിൽ. ഇതൊരു കരിൻ്റെ തന്നെ കരി വെള്ളം. അത് എന്താണെന്ന്, ആ സാധനം കരി എന്താണെന്ന് ആർക്കും അറിയുന്നതിന് കമൻ്റ് ആക്കണം. ഏകദേശം ഈ പാറ ഉള്ള ഭാഗത്തെല്ലാം ഇതുപോലത്തെ കരി ഉണ്ടാകുന്നു. അപ്പോൾ എന്തെങ്കിലും ഇരുമ്പിൻ്റെ അംശങ്ങളായിരിക്കും. ഇതാ ടാങ്ക് ഇപ്പോൾ ക്ലീൻ ആക്കി കഴിഞ്ഞു. ഇത് ഇത്ര വൃത്തിയായി. ഇപ്പോൾ അതിനകത്ത് പ്രകാശം പോകുന്നുണ്ട്, കണ്ട. ഫ്ലാഷ് ഓൺ ആക്കിയപ്പോൾ അതിനകത്ത് പ്രകാശം പോകുന്നുണ്ട്. നേരത്തെ ആ ഫ്ലാഷ് ഓൺ ആക്കിയപ്പോൾ ആ പ്രകാശം വരെ പാസ്സാകുന്നുണ്ടായിട്ടില്ല, അത്രക്കും ഡാർക്കായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ 2ാമത്തെ ടാങ്ക് കണ്ടത്, ഇതിൻ്റെ അകം കണ്ടതാ, ഫ്ലാഷ് ലൈറ്റിൻ്റെ ലൈറ്റ് വരെ പാസ്സാകുന്നില്ല, അത്രക്കും ഡാർക്ക് ഉണ്ട് ഇപ്പോൾ 2ാമത്തെ ടാങ്ക്. ഇത് ക്ലീൻ ആക്കാനുള്ള ടാങ്ക്. ഇത് ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു വീഡിയോ. ഇത് ക്ലീൻ ആക്കിയിട്ടാകുമ്പോൾ ഇത്ര വൃത്തിയായി. ഇനിയും 2-3 പ്രാവശ്യം ക്ലീൻ ആക്കുമ്പോൾ ആ ബാക്കിയുള്ള കരിയും കൂടി പോകുന്നു തോന്നുന്നു.